السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. فرح الربيع 4. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനന, അത് വലിയൊരു അത്ഭുതകരമായ രൂപത്തിലായിട്ട് ഇന്ന് ചെന്നിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസുകളിൽ ഇമാമിങ്ങളെ കിതാബിൽ നമുക്കത് മനസ്സിലാവും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ ചില ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനമേ ഉണ്ടായിട്ടങ്ങനെ ഉലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്തൂനൻ മസ്റൂറൻ നളീഫൻ സാജിദൻ റാഫിഅൻ റഅസഹു ഇലസ്സമാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുമ്പോൾ പെറുമ്പോൾ സുന്നത്താക്കപ്പെട്ട രൂപത്തിലായിട്ട് നബി തങ്ങളെ വെത്തുറു. അതേപോലെ പൊക്കിൽ മുറിക്കപ്പെട്ട രൂപത്തിൽ, സാധാരണ മക്കളോ സുന്നത്താക്കട പിന്നെ പൊക്കിൽ മുറിക്കലോ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനമേ പൊക്കിൽ മുറിച്ചിട്ടേന്ത് സുന്നത്താക്കിട്ടേന്ത്. അതും എങ്ങനെ? സാജിദൻ സുജൂദ് പൂണ രൂപത്തിലായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം. സുജൂദ് പൂന്ത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡയറക്റ്റ് ഉമ്മയുടെ വയത്തിര വേണ്ട സുജൂദ് പോകും, എന്നിട്ട് തല ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തറ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതായിട്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ടാക്കട ഹദീസിൽ ചെല്ല് ഖാല അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെല്ല് ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്തൂനൻ മസ്റൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പ്രസവിക്കപ്പെട്ടോ സുന്നത്താക്കപ്പെട്ട രൂപത്തിലും പൊക്കിൽ മുറിക്കപ്പെട്ട രൂപത്തിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പെത്തുറ ചെന്നിട്ട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ ചൊല്ല ഹദീസ് മഹാനായ ഹാഫിദ് ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കട് അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ ചൊല്ലോ മിൻ കറാമത്തി അലല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നക്കർ ബഹുമാനത്ത് എന്നതൊരു ഭാഗമായിട്ട് അന്നി ഉലിത്തു മഖ്തൂന, സുന്നത്താക്കപ്പെട്ട രൂപത്തിൽ നിന്നോ പ്രസവം നടന്നോ ചെന്നിട്ട് അന്നെൻ്റെ നക്കല്ലാഹു സുബ്ഹാനഹു വ തആല തന്നൊരു ബഹുമാനത്തെ ഭാഗ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുണ്ട്. മാത്രമല്ല വലം യറ സൗഅതയ്യ അഹദുൻ, നൻ്റെ മുന്തുവാര അല്ലെങ്കിൽ പിന്തുവാര ഈ രണ്ട് ഭാഗവും ഈ ലോകത്ത് ഒരാളും നണ്ടത് കണ്ടിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ക് തന്നു ഒരു ബഹുമാനത്തൊരു ഭാഗ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെറ ടൈമിലു അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പ പരിശുദ്ധമായ കഅബ ഷരീഫ് തവാഫാക്കിക്കൊണ്ടിരുന്നു. ആ ടൈമിലായിട്ട് ആമിന ബീബി റളിയല്ലാഹു അൻഹ പ്രസവിக்கிறோம். ആമിന ബീബി റളിയല്ലാഹു അൻഹ പെത്തപ്പ അബ്ദുൽ മുത്തലിബ് കഅബത്തെ തവാഫാക്കിയിട്ടുണ്ട്. ഇൻ്റെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു അവിടെ ബാപ്പ ഇല്ല, ബാപ്പ വഫാത്തായിടും. ഇപ്പോൾ ഉള്ളോ ഉപ്പാപ്പായിട്ട് ബാപ്പയുടെ സ്ഥാനത്തിലുള്ളോ ഗ്രാൻഡ് ഫാദർ. അങ്ങനെ ബഹുമാനപ്പെട്ട ആമിന ബീബി റളിയല്ലാഹു അൻഹ പെത്ത ആ ഒരു സന്തോഷ അബ്ദുൽ മുത്തലിബ് ചെന്ന് കടത്തರು. ആൻ അബ്ദുൽ മുത്തലിബ് അത് ചെന്ന് കടത്തിയപ്പ അബ്ദുൽ മുത്തലിബുടെ മുട്ട ഓടി വന്നിട്ട് ഒരാൾ ചെല്ല് യാ അബൽ ഹാരിസ്,
ഉലിതലക്ക മൗലൂദുൻ ലഹു അമ്രുൻ അജീബ്. അബുൽ ഹാരിദെ അബ്ദുൽ മുത്തലിബിടെ വിളിக்கிறോ, നിങ്ങളെ മോണ്ട പെഞ്ഞൈ ഒരു അത്ഭുതകരമായ കിടാവിടെ ജനിക്കുന്നുണ്ട്, പ്രസവിക്കുന്നുണ്ട്. അപ്പം ഇയാൾ കേൾക്കട്ടെ, അലൈസ ബഷറൻ സവിയ, അലൈസ ബഷറൻ സവിയ, എന്ത് അത്ഭുത, കൈക്കാലുള്ള ഒരു മനുഷ്യനല്ലേ, കൈക്കാലും എല്ലാം ഉള്ള മനുഷ്യനല്ലേ. അപ്പം ഈ വന്ന പെണ്ണിങ്ങ ചെല്ലൊക്കെ വന്ന പെണ്ണിങ്ങ ഞാൻ കറക്റ്റ് കൈക്കാലിന്നൊരു മനുഷ്യമേ, പക്ഷെ അത്ഭുത എങ്ങനെ ചെന്നിങ്ങ ഒലാക്കിൻ സക്കത്ത സാജിദ. സാധാരണ പറയുമ്പോലല്ല ആ കിടാവ് വന്നരോ, ആ കിടാവ് സുജൂദിಗೆ ഡയറക്റ്റ്, സുബ്ഹാനല്ലാഹ്, ഡയറക്റ്റ് സുജൂദ് പൂന്ത് മാത്രമല്ല, സുമ്മ റഫഅ റഅസഹു വഇസ്ബഇഹി ഇല സമാ, തലം ಬೆರಳು ആകാശത്തേക്ക് ഉയർത്തിത്ത്. ഏകദൈവ സിദ്ധാന്തത്തോ ഏകനായ അള്ളാഹുടോ മേലൊരു സൂചന. ആകാശത്തേക്ക് തല ഉയർത്തിട്ട് അള്ളാഹു ആകാശത്തിൽ വെച്ചത് കൊണ്ടല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനത്തെ ഒരു പ്ലേസ് ഇല്ല. ആകാശൻ്റെ ആ ഭൂമി ഉണ്ടാ ചെന്നിട്ട് ഒരു പ്ലേസ് അള്ളാഹുക്കില്ല. അള്ളാഹുവായിട്ട് അതിലുള്ള സൃഷ്ടിച്ചവണ്. പിന്നെ അള്ളാഹുടെ റഹ്മത്തിന് ഖജനാവും. അള്ളാഹുടെ എല്ലാം വഹിയും ഈ ദീനിൻ്റെ പരിശുദ്ധമായ ഖുർആനും അതും ഇതും ലൗഹുൽ മഹ്ഫൂദ് എല്ലാം ആകാശ ലോകത്തായിട്ട് സ്റ്റോറായിട്ടുള്ളൂ. അതുകൊണ്ട് ആകാശത്തേക്ക് ഉയർത്തണമെന്ന് മാത്രം. ഞങ്ങളിപ്പോൾ ദ്വാരക്കുമ്പോൾ കൈ ആകാശത്തേക്ക് ഉയർത്തറ, അതിൻ്റെ ഉദ്ദേശം അള്ളാഹു ആകാശത്തിലുള്ള ചെന്നിട്ടല്ല, അള്ള മേലെ നീക്കിയിലും ചെന്നിട്ട് ചെല്ലാലല്ല ചെല്ലാർ, അത് പാടില്ല ചെല്ലവും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനത്തെ ഒരു പ്ലേസ് ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്ലേസിനെ തൊട്ട് മുഹാലായിട്ട് അള്ളാഹു അത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആകാശത്തേക്ക് എന്ത് ചെയ്യുന്ന പിന്നെ കൈ ഉയർത്തറോ, ഉളുവിൽ പിന്നെ ദ്വാരക്കുമ്പോൾ കണ്ണും കൈയും ആകാശത്തേക്ക് എന്തെങ്കിലും ഉയർത്തറോ, അത് അള്ളാഹുടെ റഹ്മത്ത് സ്റ്റോർ അവിടെ ജാഗ ആകാശ. അള്ളാഹുവിനോ ഭാഗത്തുള്ള വഹി വേണ്ടതും അത് ഇതെല്ലാം ആകാശ ലോകത്തായിട്ട് വേണ്ടത്. അതുകൊണ്ട് ആകാശത്തേക്ക് കൈ ഉയർത്തരാണ്ടല്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേരാജ് പോണ്ടു. ആ മേരാജ് പോണ്ട സമയത്ത് ആകാശത്തിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാണുക പോണ്ടു. അപ്പോൾ അള്ളാഹ് ആകാശത്തിലുള്ളത് കൊണ്ടല്ല ആകാശത്ത് കാണാൻ പോയിടും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ലൊരു ദഹിക്കുക ഒരു ജാഗ് വേണമല്ലേ, ഒരാളും പോയിട്ടെത്താത്തൊരു ജാഗ് അതായിട്ടിക്കിടും. ദനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ. ഒരാളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് പോലും പ്രവേശനം ഇല്ലാത്ത ഒരു ജാഗിൽ നബി തങ്ങളെ കൊണ്ടുപോയിട്ട് ദൈപ്പെട്ടു. അവിടെ വെച്ചിട്ട് അള്ളാഹുമായിട്ട് സംഭാഷണമാക്കിടും. അള്ളാഹു അവിടെ കണ്ടു. അള്ളാഹു ആകാശത്തിലുള്ളത് കൊണ്ടല്ല ആകാശത്ത് പോയിടും. അള്ളാഹുക്ക് ഒരു പ്ലേസ് ഇല്ല, ലാ മക്കാനല്ലോ. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ സിദ്ധാന്തം, ഞങ്ങളുടെ മൂലഭൂത വിശ്വാസമായിട്ടിക്കിടും. അതെല്ലാവരും വിശ്വസിച്ചിട്ടിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെത്തവർത്ത് ആകാശത്തേക്ക് തല ഉയർത്തിയോ, അള്ളാഹുടെ റഹ്മത്ത് സ്റ്റോർ അവിടെ ജാഗ്. അള്ളാഹുടെ എല്ലാം വഹിയും അതും ഇതും കിതാബുകളും ഒക്കെ സ്റ്റോറായിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദ്, അർശ്, കുർസി എല്ലാം ഉള്ള അവിടെ ആകാശത്തിൽ. അതുകൊണ്ട് ആകാശ ഭാഗത്തേക്ക് അള്ളാഹു നബി തങ്ങൾ തല ഉയർത്തിത്തിന് മാത്രം. അപ്പോൾ അബ്ദുൽ മുത്തലിബ് അത്ഭുതമാവും. സാധാരണ വരുമ്പോലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം ഉണ്ടായിടും. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ഓടി വണ്ടൗത്തു. ഓടി വന്നിട്ട് ആ കിടവിടെ എടുത്തോണ്ടു ഫദഖല ബിഹി അബ്ദുൽ മുത്തലിബ് അൽ കഅബ വദഅ ലഹു സുമ്മ റജഅ ബിഹി വസമ്മാഹു മുഹമ്മദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വെച്ചിട്ട് കഅബത്തെ മുട്ട കൊണ്ടുപോണ്ടു. അവിടെ ദ്വാരക്കിട് മുഹമ്മദ് ചെള്ള പേരും വെക്കിട് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. ഇനിയും ഹദീസിൽ ചെണ്ട് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജന്മത്തെ സമയത്തിലുണ്ടായ അത്ഭുതങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചുള്ള ഹദീസിൽ കണ്ടു. ഇന്നി അബ്ദുല്ലാഹി വ ഖാത്തിമുൻ നബിയീൻ, ഞാൻ അള്ളാഹുടെ അടിമ. ദൈവപുത്രനുണ്ട, ഇലാഹുണ്ടെന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല നക്ക് വലിയ ഒരുപാട് പ്രത്യേകത തന്നിട്ടുണ്ട് മാത്രം. അപ്പോൾ ഞാൻ അള്ളാഹുടെ അടിമമേ, അത് നക്ക് വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് അബ്ദുല്ലാ,
അള്ളാഹുടെ അടിമാൻ ചെല്ലത് നബി തങ്ങൾക്ക് വലിയ ഇഷ്ടം. വഹാത്തിമുൻ നബിയീൻ, അമ്പിയാക്കളിൽ ലാസ്റ്റ് ആളാണ്, നന്നിൽ പിന്നെ നബി പറകില്ല. വൈന ആദമ ലമുഞ്ചതിലും ഫീത്തുവിനത്തി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണിടെ കിട്ടായിട്ടിക്കുമ്പേ മനുഷ്യരൂപത്തിൽ വണ്ടിക്ക് മുന്നോലെ നാണ് അള്ളാഹു നൻ്റെ നബിയായിട്ട് തീരുമാനിച്ചിട്ടായിടും, അവസാനത്തെ പ്രവാചകനായിട്ട് തീരുമാനിച്ചിട്ടായിടും. ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ ബാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആയുടെ ഫലമായിട്ട് കിടും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാരുന്നില്ലേ, വബഅദ് ഫീഹിം റസൂലൻ, പടച്ചവനെ ഈ ഉമ്മത്തിക്ക് നീ നല്ലൊരു റസൂലിൻ്റെ കടത്തുന്നു, ഒരു മഹാനായ റസൂൽ. ആ റസൂലിൻ്റെ പ്രത്യേകത എന്തോ, യത്ലൂ അലൈഹിം ആയാതിക്, നിൻ്റെ പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്തുകൾ ഓതി കൊടുക്കുകയാണ്. ഓതി കൊടുക്കുക മാത്രമല്ല, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ധാരാളം ഹിക്മത്തും ഇൽമും ആൾമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനത്തെ ഒരു മഹാൻ റസൂലിൻ്റെ കടത്തുന്നു. മാത്രമല്ല വയുസക്കീഹിം, അങ്ങ് നല്ല ആത്മശുദ്ധി ഉണ്ടാക്കി കൊടുക്കണോ, എല്ലാ ബെടക്കത്തരത്വത്തും ഞങ്ങളെ രക്ഷപ്പെടുത്തരോ ഒരു നബിരെ നീ എന്താക്കണോ അങ്ങ് കടത്തോണം. പഠിച്ചവനെ ഇന്നക അന്തൽ അസീസുൽ ഹക്കീം, നീ വലിയ ജയശാലി, വലിയ ഹിക്മത്തുള്ളവൻ. ചെന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ദുആ, ആ ദുആത്തെ ഫലമായിട്ട് കിടന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതായിട്ട് നൻ്റെ കടത്തിരല്ലോ. നബിതങ്ങളുടെ ആ ഒരു അത്ഭുത. എന്നിട്ട് ചൊല്ല് ഒബിഷാറത്ത് ഈസാ ബി, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൻ്റെ ಬಗ್ಗೆ ഗുഡ് ന്യൂസ് കൊടുത്തിരു ഇഞ്ചീലിൽ. വൈദ് ഖാല ഈസ ഇബ്നു മറിയം, അത് ഖുർആനിൽ എടുത്ത് ചെല്ലതിരോ. വൈദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈസാ നബി അലൈഹി സ്വലാം ഇഞ്ചിൽ ഓതി കൊടുക്കുറോ, ഓ ബനു ഇസ്രായേലേ, ನಾನು ನಿಂಕು ಅಲ್ಲಾಹು ಕಡ್ತಿ ಅವ್ರ ರಸೂಲಾയിട്ട് കിടും. ನಾನು എങ്ങനെ ಬಂದರೋ, ನನ್ನ ದೌತ್ಯ രണ്ട് ദൗത്യമുണ്ട്. ഒന്ന് മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, ನನ್ನ മുന്നിൽ വന്നോ തൗറാത്ത് ഞാൻ അംഗീകരിച്ചിട്ടായിട്ട് കിടുമല്ലോ, തൗറാത്തിൽ ചെല്ലുടെ തൗഹീദായിട്ട് കിട്. അതുപോലെ നന്നിൽ പിന്നെ പണ്ടോ ഒരു റസൂൽ, അയാളുടെ പേര് അഹമ്മദ് ഇട്ടായിട്ട് കിട്. ആ പേരിൽ പണ്ടോ ഒരു റസൂലിൻ്റെ ಬಗ್ಗೆ ഗുഡ് ന്യൂസ് തരകു നിങ്ങൾക്ക് ഞാൻ ബന്ധമുണ്ടല്ലോ. ആ റസൂൽ ഈ ഭൂമി ലോകത്തേക്ക് വേണ്ടത് വലിയ സന്തോഷ വാർത്തയായിട്ട് കിടും. ഈസാ നബി അലൈഹി സ്വലാം ചൊല്ലോ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. നോക്കൂ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലോ, ഞാൻ നിങ്ങളെ മുട്ട വന്നിട്ടുള്ളോ, നന്നിൽ പിന്നെ പണ്ട ഒരു നബിയുണ്ട്, ആ റസൂലിൻ്റെ പേര് അഹ്മദ്, പേരടക്കം ചെണ്ട്. അയാൾ പണ്ടത് ഈ ലോകത്ത് വലിയ സന്തോഷമായിട്ട് കിടും. ആ സന്തോഷത്തായിട്ട് കിടന്നങ്ങ കൊണ്ടാടിയിട്ടുള്ളൂ, ആചരണക്കുണ്ടല്ലോ, അതിലോ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ളൂ. അൽഹംദുലില്ലാ, ആ സന്തോഷം അനുഭവിക്കുള്ളൊരു ഭാഗ്യ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്കും അള്ളാഹു ഞങ്ങൾ ആ ഉമ്മത്തിൽപ്പെടുത്തിയല്ലേ. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ചൊല്ലോ അങ്ങനത്തെ ഒരു ഗുഡ് ന്യൂസ് തറകുവാനായിട്ട് ഞാൻ വന്നിരുന്നു. അപ്പോൾ ഈസാ നബി വന്നിരുമ്പോൾ എന്തിക്ക് തൗറാത്തിലോ അംഗീകരിച്ചിട്ട് തൗറാത്തിൽ ഇന്നത് ഒന്നും കൂടി ചെന്ന് കൊടുക്കും ഇഞ്ചിലൂടെ. അതേപോലെ നന്നിൽ പിന്നെ പണ്ട ഒരു റസൂലിൻ്റെ ഗുഡ് ന്യൂസ് തറക്കുവാനായിട്ട് നിങ്ങൾക്ക് ഞാൻ വന്നിര റസൂലായിട്ട് നോക്കൂ. എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചെണ്ട് നാണ്ട ഈസാ നബി അലൈഹി സ്വലാം സന്തോഷ വാർത്ത അറിയിച്ച അത് നാണ് ഗുഡ് ന്യൂസ് തന്നറല്ലേ ഈസാ നബി. ഒരു റസൂൽ പണ്ടുണ്ട്, ആ റസൂൽ നാണ്. ഒരു യാ ഉമ്മി അല്ലത്തി റാത്ത്, നൻ്റെ ഉമ്മ കണ്ട കിനാവായിട്ട് കിടന്നാണ്. നൻ്റെ ഉമ്മ ഒരുപാട് കിനാവുകൾ കണ്ടു, ആ കിനാവ് നാണായിട്ട് കിട്. ഒകദാലിക ഉമ്മഹാത്തുൻ നബിയീന യറൈന, അത് സാധാരണ എല്ലാ നബിമാരുടെ ഉമ്മമാരും അങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടാർ. അങ്ങ് നബിയായിട്ട് പണ്ട ഒരു കിടാവ് പണ്ടിരിക്കുമ്പോൾ അങ്ങ് ഒരു കിനാവല്ല കണ്ടു, ആ കിനാവായിട്ട് കിടന്നാണ്.
എൻ്റെ ഉമ്മ കിനാവ് കണ്ടെന്തിരോ റാത്ത് ഹീന വലഅത്ഹു നൂറൻ അലാഅത്ത് ലഹു കുസൂറു ഷാം. എൻ്റെ ഉമ്മ എൻ്റെ പെറുമ്പോൾ ഒരു വലിയൊരു പ്രകാശം. ആ പ്രകാശത്തിൽ ഷാമുടെ എല്ലാ കൊട്ടാരങ്ങളും ഉമ്മ കണ്ടെത്ത്. അതിനർത്ഥം എന്തോ നിൻ്റെ പ്രബോധന, നിൻ്റെ ദഅവത്ത്, നിൻ്റെ ആ ഒരു നസീഹത്ത്, നിൻ്റെ പ്രവർത്തന അത് ഷാമുടെ കൊട്ടാരങ്ങൾക്ക് വരെ പോയിട്ടെത്തു. അവിടെ വരെ നിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ ഫലം അവിടെ കാണൂ. അതൊരു ഉദ്ദേശം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെറ ടൈമിലു ആമിന ബീബി റളിയല്ലാഹു അൻഹ കണ്ട പ്രകാശം, ആ പ്രകാശത്തിൽ ഷാം രാഷ്ട്രത്തെ എല്ലാ കൊട്ടാരങ്ങൾ അണ്ട് വലിയ വിശ്വ പോലീസായിട്ട് ഷാം ಬೇರೆನ್ ചെല്ലു. ഇമാം ബയ്യക്കി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കട ഹദീസിലും ചെല്ലു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ജനിക്കുന്ന ടൈമിൽ ഒരുപാട് അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബായിലെ നമുക്കത് കേൾക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പെറുമ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ, ആമിന ബീബി റളിയല്ലാഹു അൻഹ കണ്ട ആ കിനാവ്, ആ സ്വപ്നങ്ങൾ, അതെല്ലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വിശദീകരിക്കുന്നത്. പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ഇസ്ലാമിക രാഷ്ട്രത്തെ അധീനത്തിൽ പണ്ട കൊട്ടാരങ്ങൾ രാഷ്ട്രമായിട്ട് ഷാം. ആ ഷാം വഹി അവ്വലു മദീനത്തിൻ ഫുതിഹത് ഫിൽ ഇസ്ലാം മിൻ അർളി ഷാം. ഷാമിയുടെ ബുസ്രാജുടെ ആ പട്ടണ, ആ സിറ്റി അതായിട്ട് ഇസ്ലാമിക ഹിസ്റ്ററിയിൽ പണ്ടത്. അപ്പോൾ ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിലുണ്ടായ അത്ഭുതങ്ങൾ അണ്ടത്തെ നാൾ. സുബ്ഹാനല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലത്തിൽ ആ പെറ ടൈമിൽ ഉണ്ടായോ കിസ്ര രാജാവുടെ കൊട്ടാരങ്ങൾ, 14 തട്ടുള്ള കൊട്ടാരങ്ങൾ കംപ്ലീറ്റ് പൊടിപ്പൊടിയായിട്ട് പൂണ്ടത്. അതേപോലെ 1000ഓളം വർഷങ്ങൾ കെട്ടുപോകാത്തോ തീക്കാരാധിക്കരങ്ങളോ തീ അണ്ടത്തോടു കൂടി കംപ്ലീറ്റ് ആ തീ കെട്ടുപോയിത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ജനനത്തെ സമയത്ത് ഉണ്ടായോ അത്ഭുതങ്ങളായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആ ജനനത്തെ ടൈമിലു ഒരുപാട് അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനനത്തെ ടൈമിൽ ഉണ്ടായിരുന്നു. അതേപോലെ ബിംബങ്ങൾ, എത്രയോ വർഷക്കാലം ആരാധിച്ചുകൊണ്ടിരുന്ന ബിംബങ്ങളെല്ലാം കംപ്ലീറ്റ് തലകുത്തി വീണോ സംഭവങ്ങളും ഹദീസുകളിലുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതായിട്ട് കണ്ടു. അതേപോലെ ബാക്കി ഇമാമിങ്ങളെല്ലാം വിശദീകരിக்கிறോ ഹദീസുകളിൽ കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തോടു കൂടി എത്രമാ വർഷക്കാലം ആരാധിച്ചുകൊണ്ടിരുന്ന ബിംബങ്ങളെല്ലാം കംപ്ലീറ്റ് തലകുത്തി വീഴ്ത്തുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് ചൊല്ലോ, കുന്തു ഫിൽ കഅബത്തി ഫറഅയ്തുൽ അസ്നാമ സഖതത് മിൻ അമാകിരിഹ വഖറത് സുജ്ജദാ വസമീതു മിൻ ജിദാരിൽ കഅബത്തി യഖൂൽ ഉലിദൽ മുസ്തഫൽ മുഖ്താർ. അബ്ദുൽ മുത്തലിബ് ചൊല്ലോ ആ സംഭവ എടുത്തുദ്ധരിக்கிறார் ഇമാമീങ്ങ. അബ്ദുൽ മുത്തലിബ് ചൊല്ലോ കഅബ ഷരീഫിനെ മുട്ടയുന്ന ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെറ ടൈമിലു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിക്കലോടുകൂടി കഅബത്തെ മുട്ടയുന്ന ആ ഭീമങ്ങളെല്ലാം കീൽ കംപ്ലീറ്റ് നിലത്ത് തലകുത്തി പൂന്തുണ്ട്. അതെല്ലാം സുജൂദ് പൂണവല്ല അള്ളാഹു. കഅബത്തെ മതിലിൻ്റെ ഒരു ശബ്ദമാണ് ഇങ്ങനെ കേൾക്കട്ടെ, മതിൽ അതെന്തോ ഉലിദൽ മുസ്തഫൽ മുഖ്താർ, മുഖ്താറായ മുസ്തഫയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടു, നബി തങ്ങളെ പ്രസവിക്കപ്പെട്ടു ചൊല്ലോ. ആ അർത്ഥം പണ്ടോ ഒരു പലക്കെന്നൊക്കെ ഇവിടെ കേൾക്കിടുക മതിൽ അശരീരവാണി. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ഇത് ചൊല്ലു. ഇങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജന്മദിനത്തിൽ എത്രമാ അത്ഭുതങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ ഉണ്ടായിരുന്നു.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആ ഒരു ജന്മദിനത്തിലുണ്ടായ ഒരു അത്ഭുതങ്ങളായിട്ട് ലോകത്ത് കണ്ടു. അതുകൊണ്ട് ലോക ഇടീ എന്താക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ അത് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലായിപ്പോയിത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ജന്മദിന ആ പെത്ത നാൾ അത് വലിയ അത്ഭുതങ്ങളായിട്ട് അണ്ടത്തെ നാളുണ്ടായോ സംഭവങ്ങൾ. അങ്ങനെ എത്രമാ സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആ ജന്മദിനത്തന്ന് ഉണ്ടായിട്. അതായിട്ട് മങ്കൂസ് മൗലൂദിലുള്ള സാധാരണ ഞങ്ങൾ ഓതരുത്. അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആ ജന്മദിനത്തിലുണ്ടായ അത്ഭുതങ്ങൾ അത് വിശദീകരിക്കലായിട്ട് ഇമാമിങ്ങ ആ ഹദീസുകളിൽ വിശദീകരിക്കുന്നത് മങ്കൂസ് മൗലൂദിൽ ഞങ്ങെന്താക്കട എടുത്തു ചെല്ല. ബഹുമാനപ്പെട്ട സുയ്യൂത്ത് ഇമാമിയുടെ ഖസായിസുൽ കുബ്രയിൽ കാണ്ട് മഹാനായ മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലും, ലൈലത്തെ വലദത്തുഹു ഖാലത്ത് ഫമാ ഷൈഉൻ അൻദുറു ഇലൈഹി ഫിൽ ബൈത്തി ഇല്ലാ നുവ്വിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെറ അണ്ടത്തെ ജാവു റൂമിടീ പ്രകാശിച്ചുകൊണ്ടിരുന്നു. നക്ഷത്രങ്ങളെല്ലാം ഇങ്ങനെ ആകാശത്ത് വൈനീല അൻദുറു ഇല നുജൂമി തദ്നു, നക്ഷത്രങ്ങളിൽ ആകാശത്ത് ഇങ്ങനെ കീൽ വന്നുകൊണ്ടിരുന്നു അണ്ടത്തെ ജാവു. അത്താനി ലാക്കൂലി എന്നെ മേൽ ബൂൾഡാണ്ട് പേടിയായ പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തിക്കൊണ്ടിരുന്നു. നക്ഷത്രങ്ങൾ കീൽ വന്ന് എൻ്റെ തലക്ക് ബൂൾഡാണ്ട് ഇടീ പ്രകാശ അകയിടി. ഫലമാ വളർത്തു ഖറജ മിൻഹ അന്നൂറ് നൂറ്, ഞാൻ പെറുമ്പോൾ ഒരു പ്രകാശ പുറത്ത് കണ്ട്. അലാഅത്ത് ലഹുൽ ബൈത്തു വദ്ദാർ, അകവും റൂമും എല്ലാം പ്രകാശിക്കരുത്. ഹത്താ ജഅൽതു ലാ അറ ഇല്ലാ നൂറൻ, ഞാൻ പ്രകാശമല്ലാണ്ട് ആ റൂമിൽ കാണ്ടമേ ഇല്ല. ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹ ചെല്ലത് സുയൂത്ത് ഇമാം ഖസായിസുൽ കുബ്രയിൽ ചെണ്ട് ഹദീസ്. ഇമാം ബൈഹഖി, ഇമാം തബ്രാനി, അബൂ നഈം, ഇബ്ൻ അസാക്കിർ എല്ലാം റിപ്പോർട്ടാക്കടോ ഹദീസായിട്ട് അതിൽ ചെണ്ടോ. അങ്ങനെ എത്ര സംഭവങ്ങൾ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു പാടിയണ്ടേ ഇന്ത് നബി തങ്ങളെ കുഞ്ഞബ وأنت لما ولدت أشرقت الأرض وضاءت بنورك الأفق. തങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോൾ ഇടീ ഭൂമിയെ പ്രകാശിച്ചിന്ത് നബിയെ, നിങ്ങളെ പ്രകാശം കൊണ്ടിട്ട് ആകാശലോകമല്ല പ്രകാശിച്ചിട്ടിന്ത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെല്ല ഒരു ബൈത്തായിട്ടിക്കണത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ നബി തങ്ങൾ ആ ജനനത്തെ സംബന്ധിച്ചിട്ട് എത്രമാ അത്ഭുതങ്ങൾ ഇമാമീങ്ങ വിശദീകരിക്കിടാറ് ഹദീസർ കിതാബിൽ കാണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടായിരിക്കും ലോകത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് എല്ലാവരും ചന്താക്കിട അക ചന്താക്കിടങ്ങിക്കിടാറ്, ആയ ചന്താക്കിടാറ്, പള്ളി ഭംഗിയാക്കിടങ്ങിക്കിടാറ്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കുമ്പോൾ അള്ളാഹു എന്താക്കിറ ഭംഗിയാക്കിറ അടിടീ പ്രകാശിപ്പിച്ചിറ. അതുകൊണ്ട് ലോകത്തിലെ മുഅ്മിനീങ്ങൾ ആ പരിശുദ്ധ റബീഉൽ അവ്വൽ 12 വരുമ്പോൾ എല്ലാവരും പ്രകാശിപ്പിക്കിടാറ്, എല്ലാവരും ചന്താക്കിടാറ്. അതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ നമുക്ക് ഇനിയും പലക്കും അറിയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തിട്ട് ഞങ്ങളെ ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു ഖബൂലാക്കട്ട്. അതേപോലെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും കിട്ടകൂ ഒരു കാരണമാക്കട്ട്. ആമീൻ യാ റബ്ബൽ ആലമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.